ഹായ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് കോൺക്രീറ്റ് ടെക്നോളജി എന്ന പേപ്പറിലെ മൊഡ്യൂൾ 2-ൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് അഡ്മിക്സ്ചേഴ്സ് ഇൻ കോൺക്രീറ്റ്? മെൻഷൻ എനി 4 ടൈപ്സ് ഓഫ് കെമിക്കൽ അഡ്മിക്സ്ചേഴ്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. 7 മാർക്ക് ക്വസ്റ്റ്യനാണ്. മെയ് 2019 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അഡ്മിക്സ്ചേഴ്സിൻ്റെ റോളിനെ പറ്റിയും ഏതെങ്കിലും 4 ടൈപ്പ് കെമിക്കൽ അഡ്മിക്സ്ചറിനെ പറ്റിയും അതിൻ്റെ ഫങ്ഷനെ പറ്റിയിട്ടുമാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് അഡ്മിക്സ്ചർ എന്താണെന്ന് നോക്കാം. Admixtures are the materials in concrete like cement, water, aggregate which is mixed with concrete to improve properties like fresh or hardened concrete. അപ്പോൾ അഡ്മിക്സ്ചർ എന്ന് പറയുന്നത് സിമൻറ്റ് പോലെയും വാട്ടർ പോലെയും ഒക്കെ തന്നെ നമ്മൾ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫ്രഷ് കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ ഹാർഡൻ കോൺക്രീറ്റിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്മിക്സ്ചേഴ്സ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. The properties which are modified are rate of hydration and setting time, workability, dispersion and air entrainment. അപ്പോൾ നമ്മൾ പറഞ്ഞു ചില പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ അഡ്മിക്സ്ചർ ആഡ് ചെയ്യുന്നതെന്ന്. ഇനി ഏതൊക്കെയാണ് അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്യുന്ന വഴി ഇംപ്രൂവ് ആകുന്ന പ്രോപ്പർട്ടി എന്ന് നോക്കാം. ഒന്നാമത്തത് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ, രണ്ടാമത്തത് സെറ്റിംഗ് ടൈം, അടുത്തത് വർക്കബിലിറ്റി, ഡിസ്പേർഷൻ, എയർ എൻട്രെയിൻമെൻറ്റ്. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ടൈപ്പ് അഡ്മിക്സ്ചർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി കോമൺ ആയിട്ട് അഡ്മിക്സ്ചേഴ്സിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഓരോ അഡ്മിക്സ്ചറിനും പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജനറലായിട്ട് അഡ്മിക്സ്ചേഴ്സിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ടു ആക്സിലറേറ്റ് ഇനിഷ്യൽ സെറ്റ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റ് ആക്സിലറേറ്റ് ചെയ്യാനാണ്. അതായത് സ്പീഡ് അപ്പ് ദി റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് അറ്റ് എയർലി സ്റ്റേജസ്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജസിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അഡ്മിക്സ്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ഫങ്ഷൻ റിട്ടാർഡ് ദ ഇനിഷ്യൽ സെറ്റ്. ഇനിഷ്യൽ സെറ്റ് റിട്ടാർഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇൻക്രീസ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഇംപ്രൂവ് വർക്കബിലിറ്റി. വർക്കബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. റെഡ്യൂസ് ഹീറ്റ് ഓഫ് എവല്യൂഷൻ. ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇൻക്രീസ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. റെസിസ്റ്റൻസ് ടു ഫ്രീസിങ് ആൻഡ് തോയിങ്. ഫ്രീസിങ്ങും തോയിങ്ങും പോലുള്ള പ്രോപ്പർട്ടീസിനെതിരെ ഉള്ള റെസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കൺട്രോൾ എക്സ്പാൻഷൻ കോസ്ഡ് ബൈ അഗ്രിഗേറ്റ് ആൽക്കലി റിയാക്ഷൻ. അപ്പോൾ അഗ്രിഗേറ്റ് ആൽക്കലി റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന കോൺക്രീറ്റിൻ്റെ എക്സ്പാൻഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ടു ഡിക്രീസ് ദ കാപ്പിലറി ഫ്ലോ ഓഫ് വാട്ടർ ആൻഡ് ടു മേക്ക് ഇറ്റ് ഇംപെർമിബിൾ. ഈ സിമ്പൽ ഡിക്രീസ് എന്നാണ്. അപ്പോൾ കാപ്പിലറി ഫ്ലോ ഓഫ് വാട്ടർ ഡിക്രീസ് ചെയ്യാനും നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് പൊതുവേ അഡ്മിക്സ്ചേഴ്സിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അഡ്മിക്സ്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പൊതുവായിട്ടുള്ള കുറച്ച് ഫങ്ഷൻ പറഞ്ഞു. ഇനി ഏതെങ്കിലും 4 അഡ്മിക്സ്ചേഴ്സിൻ്റെയും അതിൻ്റെ ഫങ്ഷനുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അഡ്മിക്സ്ചേഴ്സിൻ്റെ മെയിൻ ടൈപ്പ് വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് 2ാമത്തെ ക്വസ്റ്റ്യനിൽ ഉള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിസൈസേഴ്സ് ഒരു ടൈപ്പ് അഡ്മിക്സ്ചറാണ്. അതുപോലെ സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സും ഒരു ടൈപ്പ് അഡ്മിക്സ്ചറാണ്. ഇനി ഇത് രണ്ടിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും വിട്ടിട്ട് ബാക്കിയുള്ള ഒരു 3 ടൈപ്പാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം പറയുന്നത് റിട്ടാർഡേഴ്സ് ഫോർ കോൺക്രീറ്റ് ആണ്. അപ്പോൾ മെയിനായിട്ട് വരുന്ന അഡ്മിക്സ്ചേഴ്സിൻ്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിസൈസേഴ്സ് വരും, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് വരും, അതുപോലെ റിട്ടാർഡേഴ്സ് വരും, അതുപോലെ ആക്സിലറേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ എയർ എൻട്രെയിനിങ് ഏജൻസും ഉണ്ട്. ഇതിൽ അഡ്മിക്സ്ചറിൽ നമ്മൾ പ്ലാസ്റ്റിസൈസറും സൂപ്പർ പ്ലാസ്റ്റിസൈസറും മുന്നേ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് നമ്മളിതിലിപ്പോൾ റിട്ടാർഡേഴ്സിനെ പറ്റിയാണ് നോക്കുന്നത്. റിട്ടാർഡർ ഈസ് ആൻ അഡ്മിക്സ്ചർ വിച്ച് സ്ലോസ് ഡൗൺ കെമിക്കൽ പ്രോസസ് ഓഫ് ഹൈഡ്രേഷൻ. അപ്പോൾ ഹൈഡ്രേഷൻ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യുന്ന
ഒരു അഡ്മിക്സ്ചറാണ് റിട്ടാർഡർ എന്ന് പറയുന്നത്. റിട്ടാർഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ അത് റിട്ടാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനെയാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രേഷൻ പ്രോസസ്സിനെയാണ് റിട്ടാർഡ് ചെയ്യുന്നത്. ഇനി ബൈ യൂസിങ് റിട്ടാർഡേഴ്സ് കോൺക്രീറ്റ് റിമൈൻസ് പ്ലാസ്റ്റിക് ആൻഡ് വർക്കബിൾ ഫോർ ലോങ് ഡ്യൂറേഷൻ. ഇനി നമ്മൾ റിട്ടാർഡേഴ്സ് യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്, നമ്മുടെ കോൺക്രീറ്റ് മിക്സ് ഒരു ലോങ് ഡ്യൂറേഷൻ, ഒത്തിരി സമയത്തേക്ക് പ്ലാസ്റ്റിക് ആയിട്ടും വർക്കബിളായിട്ടും തന്നെ ഇരിക്കും. ഇനി അടുത്തത്, റിട്ടാർഡേഴ്സ് ഇൻക്രീസ് ദ സെറ്റിംഗ് ടൈം ആൻഡ് ഡിലേ ദ സെറ്റിംഗ് ഓഫ് സിമൻറ്റ്. റിട്ടാർഡേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യാനും പറ്റും, അതുപോലെ സെറ്റിംഗ് ഓഫ് സിമൻറ്റ് പ്രോസസ്സ് ഡിലേ ആക്കാനും പറ്റും. ഇനി ഇറ്റ് ഓൾസോ ഇൻക്രീസസ് കംപ്രസീവ് സ്ട്രെങ്ത് ബൈ അവോയ്ഡിങ് ഫ്രീസിങ് ആൻഡ് തോയിങ്. ഈ സിമ്പിൾ ഇൻക്രീസസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഫങ്ഷനാണ് കംപ്രസീവ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണിത്. എളുപ്പമുള്ള എക്സാമ്പിൾസ് ഷുഗർ, സ്റ്റാർച്ച്, സെല്ലുലോസ്, കാർബോഹൈഡ്രേറ്റ്സ്, അമോണിയം, കാൽഷ്യം സൾഫേറ്റ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എക്സാമ്പിൾസ് റിട്ടാർഡറിൻ്റെ. ഇനി റിട്ടാർഡറിൻ്റെ കുറച്ച് ഫങ്ഷൻസും കൂടി നോക്കാം. റിട്ടാർഡേഴ്സ് ആർ യൂസ്ഡ് ഫോർ കോൺക്രീറ്റ് ആർച്ച്, ടണൽ, ലൈനിങ് എക്സെട്ര. ഇത് യൂസ് ചെയ്യുന്നത് ആർച്ചിൽ അതുപോലെ ടണലിൻ്റെ ലൈനിങ്ങിലൊക്കെയാണ് റിട്ടാർഡർ യൂസ് ചെയ്യുക. റിട്ടാർഡേഴ്സ് ഗീവ് ബെറ്റർ ബോണ്ട് ബിറ്റ്വീൻ സക്സസീവ് ലിഫ്റ്റ്സ് ഇൻ കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ അടുത്തടുത്തുള്ള സക്സസീവ് ആയിട്ടുള്ള ലിഫ്റ്റിനിടയ്ക്ക് ലിഫ്റ്റുകൾ തമ്മിൽ ഒരു ബോണ്ട് കിട്ടാനായിട്ട് റിട്ടാർഡർ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ കോമ്പോസിറ്റ് കൺസ്ട്രക്ഷൻ. വെൻ റിട്ടാർഡേഴ്സ് ആർ യൂസ്ഡ്, ഹോട്ട് വാട്ടർ ക്യാൻ ആൾസോ ബി യൂസ്ഡ് ഫോർ മിക്സിങ്. റിട്ടാർഡർ നമ്മൾ മിക്സിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മിക്സറിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് റിട്ടാർഡറാണ്. അപ്പോൾ റിട്ടാർഡറിൻ്റെ ഫങ്ഷൻസാണ് പറഞ്ഞത്. നമുക്ക് രണ്ടാമത്തത് നോക്കാം. ആക്സിലറേറ്റർ. രണ്ടാമത്തെ ടൈപ്പ് അഡ്മിക്സറാണ് ആക്സിലറേറ്റർ. ഇനി അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ടു ഇൻക്രീസ് എയർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ്. എയർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റിനാണ് നമ്മൾ ആക്സിലറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസസ്, ഇറ്റ് പെർമിറ്റ് എയർലിയർ റിമൂവൽ ഓഫ് ഫോം വർക്ക് എയർലി റിമൂവലിന് ഇത് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് റെഡ്യൂസ് റിക്വയർഡ് പീരീഡ് ഓഫ് ക്യൂറിങ് പീരീഡ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് ടൈം ദാറ്റ് ഈസ് സ്ട്രക്ചർ ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ സർവീസ്. അടുത്തത്, പാർഷ്യലി കോമ്പൻസേറ്റ് ഫോർ റിട്ടാർഡിംഗ് എഫക്റ്റ് ഓഫ് ലോ ടെമ്പറേച്ചർ ഡ്യൂറിങ് കോൾഡ് വെതർ കോൺക്രീറ്റിംഗ് ഇൻ ദ എമർജൻസി റിപ്പയർ വർക്ക്. ഇത്രയാണ് ആക്സിലറേറ്റേഴ്സിൻ്റെ മെയിനായിട്ടുള്ള യൂസ്. ഇനി ആക്സിലറേറ്റേഴ്സ് റെഡ്യൂസ് സെറ്റിംഗ് ടൈം ആൻഡ് ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ്. അപ്പോൾ ആക്സിലറേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാനും ഹൈഡ്രേഷൻ പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സിലറേറ്റർ യൂസ് ചെയ്യുന്നത്. റിട്ടാർഡറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ്. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സൾഫേറ്റ് വരുന്നുണ്ട്, അലുമിനിയം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, ആൽക്കലി കാർബണേറ്റ്സ് ഓഫ് അലുമിനേറ്റ്സ് ആൻഡ് സിലിക്കേറ്റ്സ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ആൻഡ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതൊക്കെയാണ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഇനി ആക്സിലറേറ്റേഴ്സ് ആർ യൂസ്ഫുൾ ഇൻ കോൾഡ് വെതർ കോൺക്രീറ്റിംഗ്. കോൾഡ് വെതർ കോൺക്രീറ്റിങ്ങിൽ ആക്സിലറേറ്റേഴ്സ് യൂസ്ഫുള്ളാണ്. ഏകദേശം അവിടുത്തെ ടെമ്പറേച്ചർ -23 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് ദിസ് ടെമ്പറേച്ചർ ആക്സിലറേറ്റേഴ്സ് കീപ് ദ മിക്സ്ചർ വാം ബൈ ആക്സിലറേറ്റിംഗ് ദ ജനറേഷൻ ഓഫ് ഹീറ്റ്. അപ്പം നമ്മൾ അതിൻ്റെ ഫങ്ഷനിൽ പറഞ്ഞത് ഇത് ഹൈഡ്രേഷൻ പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ കോൾഡ് ടെമ്പറേച്ചറിൽ മിക്സിനെ വാമായിട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് ആക്സിലറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആക്സിലറേറ്റേഴ്സ്. ഇനി അടുത്തത് നോക്കാം, എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് ഫോർ കോൺക്രീറ്റ്. They are added to cement while manufacturing or during the making of concrete. അപ്പോൾ എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് നമ്മൾ സിമൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്
ഒന്നുകിൽ അതിൻ്റെ മാനുഫാക്ചറിങ് ടൈമിലായിരിക്കും, അല്ലെങ്കിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന ടൈമിലും ആയിരിക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കോൺക്രീറ്റിലുള്ള എയറിനെ എൻട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. ദീസ് എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് ഫോം ലോഡ്സ് ഓഫ് ബബിൾസ് ഇൻ കോൺക്രീറ്റ്. ഇനി എയർ എൻട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കോൺക്രീറ്റ് മിക്സിൽ ഒത്തിരി ബബിൾസ് ഫോം ചെയ്യും ഈ ഏജൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ. ദേ ആക്ട് ആസ് ഫ്ലെക്സിബിൾ ബിയറിങ്സ്. അത് ഫ്ലെക്സിബിൾ ബിയറിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. The increased properties such as workability, segregation, bleeding and finishing property. അപ്പോൾ ഇത് കാരണം വർക്കബിലിറ്റി, സെഗ്രിഗേഷൻ പോലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എൻട്രെയിൻഡ് എയർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം എൻട്രാപ്ഡ് എയർ. എൻട്രെയിൻഡ് എയറും എൻട്രാപ്ഡ് എയറും രണ്ടും രണ്ട് ഡിഫറെൻറ്റ് തിങ്സ് ആണ്. എൻട്രാപ്ഡ് എയർ എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി കോമ്പാക്ഷൻ കൊടുക്കാത്ത സമയത്ത്, അതായത് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പാക്ഷൻ കിട്ടുന്ന സമയത്ത് ഫോം ചെയ്യുന്നതാണ് എൻട്രാപ്ഡ് എയർ. എയർ ബബിൾ ഇൻ എൻട്രെയിൻഡ് എയർ, അതിൻ്റെ സൈസാണ് പറയുന്നത് ലെസ് ദാൻ 0.5 mm ഡയ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ആ മിക്സിൽ എയർ ബബിൾസ് ഫോം ചെയ്യും. ആ എയർ ബബിൾസിൻ്റെ സൈസ് ലെസ് ദാൻ 0.5 mm ആയിരിക്കും. Entrained air modifies the properties of hardened concrete such as resistance to frost action, permeability, etc. അപ്പോൾ ഹാർഡൻഡ് ആയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എൻട്രെയിനിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ഫ്രോസ്റ്റ് ആക്ഷൻ, പെർമിയബിലിറ്റി, ഇതൊക്കെയാണ്. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. നാച്ചുറൽ വുഡ് അല്ലെങ്കിൽ റെസിൻ, പിന്നെ ആനിമൽ ആൻഡ് വെജിറ്റബിൾ ഫാറ്റ്, ഓയിൽ, എക്സെട്രയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഡ്മിക്സ്ചേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ പ്ലാസ്റ്റിസൈസറിനെ പറ്റിയും സൂപ്പർ പ്ലാസ്റ്റിസൈസറിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ടാണ് ബാക്കിയുള്ള 3 ടൈപ്പ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് അഡ്മിക്സ്ചർ എന്താണെന്നാണ്. അഡ്മിക്സ്ചർ എന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റിൽ ആഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അത് നമ്മൾ ഫ്രഷ് കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ ഹാർഡൻ കോൺക്രീറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസാണ് അഡ്മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് ഇത് കാരണം ഇംപ്രൂവ് ആവുന്നതെന്ന് ചോദിച്ചാൽ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ, സെറ്റിംഗ് ടൈം, വർക്കബിലിറ്റി, ഡിസ്പേർഷൻ, എയർ എൻട്രെയിൻമെൻറ്റ്, ഇതൊക്കെയാണ് ഇംപ്രൂവ് ആവുന്ന പ്രോപ്പർട്ടീസ്. ഇനി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തു. ഇനി 4 ടൈപ്പ് എന്ന് പറഞ്ഞതിൽ നമ്മൾ ആദ്യം നോക്കിയ ടൈപ്പ് റിട്ടാർഡറാണ്. റിട്ടാർഡർ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഹൈഡ്രേഷൻ പ്രോസസ്സ് റിട്ടാർഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. പിന്നെ റിട്ടാർഡേഴ്സ് സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യും. അതുപോലെ സെറ്റിംഗ് ഓഫ് സിമൻറ്റ് ഡിലേയും ചെയ്യും. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഫങ്ഷനാണ് കംപ്രസീവ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. പിന്നെ അതിൻ്റെ മറ്റൊരു ഫങ്ഷൻ പറഞ്ഞത് റിട്ടാർഡേഴ്സ് ഗിവ് ബെറ്റർ ബോണ്ട് ബിറ്റ്വീൻ സക്സസീവ് ലിഫ്റ്റ്സ് ഇൻ കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ സക്സസീവായിട്ടുള്ള ലിഫ്റ്റിനിടയ്ക്ക് ഒരു ബെറ്റർ ബോണ്ട് തരാനും റിട്ടാർഡറിന് പറ്റും. ഇനി റിട്ടാർഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് ടണൽ ലൈനിങ്, കോൺക്രീറ്റ് ആർച്ച്, ഇതിലൊക്കെയാണ്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ ടൈപ്പാണ് ആക്സിലറേറ്റർ. ആക്സിലറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എയർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ ഫങ്ഷൻസാണ് പെർമിറ്റ് ഏർലിയർ റിമൂവൽ ഓഫ് ഫോം വർക്ക്, റെഡ്യൂസ് റിക്വയർഡ് പീരീഡ് ഓഫ് ക്യൂറിങ്, അതുപോലെ എമർജൻസി റിപ്പയർ വർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. ഇനി ആക്സിലറേറ്ററിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ റെഡ്യൂസ് ദ സെറ്റിംഗ് ടൈം ആൻഡ് ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ്. റിട്ടാർഡറിൻ്റെ ഓപ്പോസിറ്റ് ഫങ്ഷനാണ്. റിട്ടാർഡർ ഹൈഡ്രേഷൻ പ്രോസസ്സ് റിട്ടാർഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആക്സിലറേറ്റർ ഹൈഡ്രേഷൻ പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ആക്സിലറേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാഹചര്യം കോൾഡ് വെതർ കണ്ടീഷൻസിലാണ്. കോൾഡ് വെതർ കണ്ടീഷനിൽ ആക്സിലറേറ്റർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും.
അത് കാരണം ആ ഒരു ഫ്രോസ്റ്റ് ആക്ഷനെ ആ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് എയർ എൻട്രെയിനിങ് ഏജൻസ് ആണ്. അതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് എയർ എൻട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എയർ എൻട്രെയിൻ ചെയ്യുന്നത് ആ മിക്സിൽ ബബിൾസ് ഫോം ചെയ്തിട്ടാണ്. ആ ബബിൾസിൻ്റെ സൈസ് ലെസ് ദാൻ 0.5 mm ആയിരിക്കും. ഇനി ഇത് കാരണം ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് ഇമ്പ്രൂവ് ആവുന്നത്? വർക്കബിലിറ്റി, സെഗ്രിഗേഷൻ, ബ്ലീഡിങ്, ഫിനിഷിംഗ് പ്രോപ്പർട്ടി, ഇതൊക്കെ ഇമ്പ്രൂവ് ആവും. അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഫങ്ഷനാണ് റെസിസ്റ്റൻസ് ടു ഫ്രോസ്റ്റ് ആക്ഷൻ, പെർമിയബിലിറ്റി പോലുള്ള ഹാർഡൻഡ് കോൺക്രീറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടിയെയും എൻട്രെയിൻഡ് എയർ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞ അഡ്മിക്സ്റ്റേഴ്സ്. ഇതിന് പുറമെ പ്ലാസ്റ്റിസൈസറും സൂപ്പർ പ്ലാസ്റ്റിസൈസറും വരുന്നുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് സെഗ്രിഗേഷൻ ആൻഡ് ബ്ലീഡിങ് ഇൻ കോൺക്രീറ്റ്? 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സെഗ്രിഗേഷനും ബ്ലീഡിങ്ങും. അപ്പോൾ ആദ്യം സെഗ്രിഗേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സെപ്പറേഷൻ ഓഫ് കോൺസ്റ്റുവൻറ്റ് മെറ്റീരിയൽസ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഒരു കോൺക്രീറ്റിൽ പല മെറ്റീരിയൽസ് ഉണ്ട്. അഗ്രിഗേറ്റ്സ് ഉണ്ട്, സിമെൻ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽസിൽ ഏതെങ്കിലുമൊക്കെ ആ മിക്സിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. എ ഗുഡ് കോൺക്രീറ്റ് ഈസ് വൺ ഇൻ വിച്ച് ഓൾ ദ ഇൻഗ്രീഡിയൻസ് ആർ പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു മേക്ക് എ ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പോൾ നമ്മളൊരു ഗുഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് അതിലുള്ള എല്ലാ മെറ്റീരിയൽസും നല്ലോണം കമ്പൈൻ ചെയ്ത് ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചർ നമുക്ക് കിട്ടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ മെറ്റീരിയൽസ് എല്ലാം സെപ്പറേറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ അവിടെ സെഗ്രിഗേഷൻ സംഭവിച്ചു എന്ന് പറയാം. ഇനി സെഗ്രിഗേഷൻ 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ, ദ കോഴ്സ് അഗ്രിഗേറ്റ് സെപ്പറേറ്റിംഗ് ഔട്ട് ഓർ സെറ്റിലിംഗ് ഡൗൺ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി മെട്രിക്സ്. അപ്പോൾ ബാക്കിയുള്ള കോൺക്രീറ്റ് മിക്സിൽ നിന്ന് കോഴ്സ് അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ആയി പോകുന്നതാണ് ആദ്യത്തെ ടൈപ്പ്. ഇനി സെക്കൻഡ് വൺ, ദ പേസ്റ്റ് ഓർ മെട്രിക്സ് സെപ്പറേറ്റിംഗ് അവേ ഫ്രം കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റിൽ നിന്ന് ആ പേസ്റ്റ്, സിമൻറ്റ് പേസ്റ്റ് സെപ്പറേറ്റ് ആയി പോകുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ്. അടുത്തത് വാട്ടർ സെപ്പറേറ്റിംഗ് ഔട്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് മെറ്റീരിയൽ ബീയിങ് എ മെറ്റീരിയൽ ഓഫ് ലോവസ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. മൂന്നാമത്തത് ബാക്കിയുള്ള മെറ്റീരിയൽസിൽ നിന്ന് വാട്ടർ സെപ്പറേറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ 3 ടൈപ്പ് ഉണ്ട്. ആദ്യത്തത് നമ്മുടെ മിക്സിൽ നിന്ന് കോഴ്സ് അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ആയി പോകുന്നത്. രണ്ടാമത്തത് മിക്സിൽ നിന്ന് ആ പേസ്റ്റ്, സിമൻറ്റ് പേസ്റ്റ് സെപ്പറേറ്റ് ആയി പോകുന്നത്. മൂന്നാമത്തത് വാട്ടർ സെപ്പറേറ്റ് ആയി പോകുന്നത്. ഇനി സെഗ്രിഗേഷൻ്റെ മെയിനായിട്ടുള്ള കോസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സെഗ്രിഗേഷനിൽ ആദ്യത്തെ കോസാണ് ഡ്യൂ ടു ഇംപ്രോപ്പർ പ്രപ്പോർഷനിങ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആൻഡ് ഇംപ്രോപ്പർ മിക്സിങ്. നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്യുന്നത് ഇംപ്രോപ്പറായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മിക്സിങ് ഇംപ്രോപ്പറായിട്ടാണെങ്കിൽ സെഗ്രിഗേഷൻ സംഭവിക്കാം. സെക്കൻഡ് വൺ, വെൻ കോൺക്രീറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ഹൈറ്റ്സ്. ഒത്തിരി ഹൈറ്റിൽ നിന്ന് നമ്മൾ ഈ കോൺക്രീറ്റ് നിലത്തേക്കോ എന്തിലേക്കെങ്കിലും ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ സെഗ്രിഗേഷൻ സംഭവിക്കാം. അടുത്തത് വെൻ കോൺക്രീറ്റ് ഈസ് ഡിസ്ചാർജ് ഫ്രം ബാഡ്ലി ഡിസൈൻഡ് മിക്സർ വിത്ത് വോൺ ഔട്ട് ബ്ലേഡ്സ്. അടുത്തത് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മിക്സർ ബാഡ്ലി ഡിസൈൻഡ് ആണെങ്കിൽ, അതായത് അതിൻ്റെ ബ്ലേഡൊക്കെ ഒത്തിരി യൂസ് ചെയ്ത് തേഞ്ഞു പോയ ബ്ലേഡൊക്കെ ഉള്ള മിക്സർ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന കോൺക്രീറ്റ് ചിലപ്പോൾ സെഗ്രിഗേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് കൺവെയൻസ് ഓഫ് കോൺക്രീറ്റ് ബൈ കൺവെയർ ബെൽറ്റ്, വീൽ ബാരോസ്, ലോങ് ഡിസ്റ്റൻസ് ഹോൾസ് ബൈ ഡംപർ എക്സെട്ര. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാനായിട്ട് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പല മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. കൺവെയർ ബെൽറ്റ്, വീൽ ബാരോസ് എക്സെട്ര. അപ്പോൾ അങ്ങനെയൊക്കെ ആ മെത്തേഡ് വഴി, അതായത് കൺവെയർ ബെൽറ്റോ വീൽ ബാരോസോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ സെഗ്രിഗേഷൻ സംഭവിക്കാം. ഇനി അടുത്തത് എക്സസ് വൈബ്രേഷൻ ഓഫ് ടു വെറ്റ് കോൺക്രീറ്റ്. നമ്മുടെ വെറ്റ് കോൺക്രീറ്റിനെ ഒത്തിരി വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ സെഗ്രിഗേഷൻ
സംഭവിക്കാം. അടുത്തത് വർക്കിംഗ് ടു മച്ച് വിത്ത് ട്രവൽ, ഫ്ലോട്ട് ഓർ റാമർ. നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഒത്തിരി സമയം ട്രവൽ വെച്ചൊക്കെ അതിൽ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവിടെയും സെഗ്രിഗേഷൻ സംഭവിക്കാം. ഇനി സെഗ്രിഗേഷൻ എങ്ങനെ മിനിമൈസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തത് റെസ്ട്രിക്റ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. നമ്മൾ മിക്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഗ്രിഗേഷൻ ഒരു പരിധിവരെ മിനിമൈസ് ചെയ്യാം. അടുത്തത് കെയർഫുൾ ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, പ്ലേസിംഗ് ആൻഡ് കോമ്പാക്റ്റിംഗ്. അപ്പോൾ നമ്മൾ സെഗ്രിഗേഷൻ്റെ കോസസിൽ പറഞ്ഞിരുന്നു, ഒത്തിരി വൈബ്രേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ട്രവൽ വെച്ച് വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് കൺവെയർ ബെൽറ്റ് യൂസ് ചെയ്ത് കൊണ്ടുപോയാലൊക്കെ സെഗ്രിഗേഷൻ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും പ്ലേസ് ചെയ്യുമ്പോഴും കോമ്പാക്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ കെയർഫുള്ളായി ഹാൻഡിൽ ചെയ്യുക. അടുത്തത് ആഡിങ് എയർ എൻട്രെയിനിങ് അഡ്മിക്സ്റ്റേഴ്സ് ഡ്യൂറിങ് മിക്സിങ്. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എയർ എൻട്രെയിനിങ് അഡ്മിക്സ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ സെഗ്രിഗേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തത് റെസ്ട്രിക്റ്റിംഗ് ദ ഹൈറ്റ് ഓഫ് പോർ. അപ്പോൾ നമ്മൾ കോസസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ സെഗ്രിഗേഷൻ സംഭവിക്കുമെന്ന്. അപ്പോൾ ഹൈറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഗ്രിഗേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സെഗ്രിഗേഷൻ. ഇനി എന്താണ് ബ്ലീഡിംഗ് എന്ന് നോക്കാം. ബ്ലീഡിംഗ്. The water gain in concrete structures is referred as bleeding. The process of rise of water along with cement particles to the surface of freshly laid concrete is known as bleeding. അപ്പോൾ നമ്മൾ കോൺക്രീറ്റൊക്കെ മിക്സ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അതൊരു സ്ഥലത്ത് നമ്മൾ ലേ ചെയ്യുകയാണ്. ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് നമ്മൾ ഒരു സ്ഥലത്ത് ലേ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വാട്ടർ, അതായത് സിമൻറ്റ് പാർട്ടിക്കിൾസും വാട്ടറും ഒക്കെ ആ ലേ ചെയ്ത കോൺക്രീറ്റിന് മുകളിലേക്ക് പൊങ്ങി വന്ന് കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് നമ്മളൊരു സ്ഥലത്ത് ലേ ചെയ്യുമ്പോൾ സിമൻറ്റും വാട്ടർ പാർട്ടിക്കിൾസും ആ ഫ്രഷ്ലി പ്രിപ്പയർഡ് കോൺക്രീറ്റിൻ്റെ മുകളിലേക്ക് റൈസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ നമുക്ക് ബ്ലീഡിംഗ് എന്ന് പറയാം. The particles of fine sand and cement are also carried by the rising water to the surface. അപ്പോൾ വാട്ടർ മാത്രമല്ല മുകളിലേക്ക് വരുന്നത്, ഫൈൻ സാൻഡ് വരാം, സിമൻറ്റ് പാർട്ടിക്കിൾസും അതിൻ്റെ കൂടെ വരാം. ഇനി ദിസ് ഹാപ്പൻസ് വെൻ ദെയർ ഈസ് എക്സസീവ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഓൺ ദി മിക്സ്. അപ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് സംഭവിക്കുന്നത് ഒത്തിരി വാട്ടർ ആ മിക്സിലുണ്ടെങ്കിലാണ് ബ്ലീഡിങ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ വെൻ ദെയർ ഈസ് എക്സസീവ് കോമ്പാക്ഷൻ, നമ്മൾ ഒത്തിരി കോമ്പാക്ഷൻ ചെയ്താലും ബ്ലീഡിങ് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ബ്ലീഡിങ് ഈസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ്റെ ഒരു ടൈപ്പാണ് ബ്ലീഡിങ് എന്ന് പറയുന്നത്. നമ്മൾ സെഗ്രിഗേഷൻ പറഞ്ഞപ്പോൾ അതിൻ്റെ 3 ടൈപ്പ് പറഞ്ഞിരുന്നു. അതിൽ മൂന്നാമത്തെ ടൈപ്പ് വാട്ടർ സെപ്പറേറ്റിംഗ് ഔട്ട് ഫ്രം റെസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്നാണ്. അപ്പോൾ വാട്ടർ സെപ്പറേറ്റ് ആവുന്നതിനെയാണ് നമ്മൾ ബ്ലീഡിങ് എന്ന് പറയുന്നത്. ഇനി ബ്ലീഡിങ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബൈ പ്രോപ്പർ പ്രപ്പോർഷനിങ്. നമ്മൾ സെഗ്രിഗേഷനിൽ പറഞ്ഞതുപോലെ മിക്സിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം പ്രോപ്പറായിട്ടുള്ള മെഷർമെൻറ്റിലാണെങ്കിൽ ബ്ലീഡിങ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. സെക്കൻഡ് വൺ, യൂസ് ഓഫ് ഫൈൻലി ഡിവൈഡഡ് പോർസലാനിക് മെറ്റീരിയൽസ് റെഡ്യൂസസ് ദ ബ്ലീഡിങ്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് ഫൈൻലി ഡിവൈഡഡ് ആയിട്ടുള്ള പോർസലാനിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് പറ്റും. അടുത്തത് യൂസ് ഓഫ് എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ്. അത് സെഗ്രിഗേഷൻ കുറയ്ക്കാനും യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, യൂസ് ഓഫ് ഫൈൻ സിമൻറ്റ് വിത്ത് ലോ ആൽക്കലി കണ്ടൻറ്റ്. നമ്മൾ കോൺക്രീറ്റ് മിക്സ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സിമൻറ്റ് ആൽക്കലി കണ്ടൻറ്റ് കുറഞ്ഞ ഫൈനായിട്ടുള്ള സിമൻറ്റ് ചൂസ് ചെയ്യുക. റിച്ച് കോൺക്രീറ്റ് മിക്സസ് ആർ ലെസ് സസെപ്റ്റബിൾ ടു ബ്ലീഡിങ് ദാൻ ലീൻ മിക്സസ്. അപ്പോൾ ലീനായിട്ടുള്ള മിക്സ് തയ്യാറാക്കാതെ റിച്ച് ആയിട്ടുള്ള കോൺക്രീറ്റ് മിക്സാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാനായി പറ്റും. അപ്പോൾ ഇതാണ് ബ്ലീഡിങ് ആൻഡ് സെഗ്രിഗേഷൻ. താങ്ക് യു.